ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ കാറ്ററിങ്ങിൻ്റെ ഓഫീസിനോട് ചേർന്ന് ഞങ്ങളൊരു ചെറുതായൊരു കിച്ചൺ പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാൻ പറഞ്ഞിട്ട് വന്നതാണേ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ. നിറയെ മരങ്ങളൊക്കെ ആയി നല്ല തണലുള്ള, ചൂടൊന്നും അധികം അല്ലാത്ത നല്ലൊരു സ്ഥലം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. ഫ്രണ്ടിൽ തന്നെ ഒരു കണിക്കൊന്ന മരത്തിൽ നിറയെ കണിക്കൊന്ന പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓഫീസിനകത്തോട്ട് പോകാം. റിക്കുമോൾ ഇവിടെ ചെയറിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. കുക്കു പിന്നെ അച്ഛൻ്റെ സീറ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അവളാണ് ഇവിടുത്തെ ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ചെറിയ ഓഫീസ്. ഇതാണ് എൻ്റെ സെക്ഷൻ. ഓഫീസിൻ്റെ മുഴുവൻ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കിച്ചൺ വർക്ക് നടക്കുന്ന സ്ഥലം ഒന്ന് കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കിച്ചൺ പുതുതായിട്ട് പുറത്തോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ എത്രയായി എന്നും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നിറയെ മരങ്ങളാണ്. ഏതൊക്കെയോ ഫ്രൂട്ട്സിൻ്റെയൊക്കെയാണ്, എനിക്കറിയില്ല പേരൊന്നും. ഇവിടെ ഒരു ചെറിയ കറിവേപ്പിൻ തൈ ഉണ്ട്. അതിന് പുറകിലും എന്തൊക്കെയോ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്. പിന്നെ ചെറിയൊരു നെല്ലിമരമുണ്ട്. പിന്നെ റംബൂട്ടാൻ്റെ തൈ, മാവിൻ്റെ തൈ അതൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടുള്ള തൈകൾ. ഇതാണ് കിച്ചൺ. പണി ഫുള്ളും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ പണിക്കാരില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് എത്ര വരെ എത്തിയെന്ന് കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നതാണ്. ഇന്നലെ കിണർ ക്ലീനിങ്ങും ടാങ്ക് ക്ലീനിങ്ങിനൊക്കെ പണിക്കാരുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു ഇരുമ്പാമ്പുളിയുടെ മരം. എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇരുമ്പാമ്പുളി എന്നാണ് പറയുന്നത്, ഈ കായ. ഇത് വാഷിങ്ങിനുള്ള ഏരിയയാണ്. ഇതാണ് ഇവിടുത്തെ കിണർ. ഇത് ബാക്ക് സൈഡാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഇവൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് അപ്പുറത്തും. അപ്പം അതിലോട്ടുള്ള ഒരു വലിയ വഴിയാണ്. ഇതാണ് കിച്ചണിൻ്റെ അകത്തെ കാഴ്ച. ഇതിലൂടെ ഓഫീസ് റൂമിലോട്ട് കയറാം നമുക്ക്. വയ്ക്കുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ഓടി നടക്കാൻ നല്ല മുറ്റമൊക്കെ ഉള്ള കാരണം ആൾക്ക് 2 കണിക്കൊന്ന പൊട്ടിച്ച് കൊടുത്ത് അതും പിടിച്ചിങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി. എല്ലാ ചെടികളിലും പോയി പിടിച്ച് നോക്കിയും ഇതിലൊക്കെ ഒന്ന് ഓടിക്കളിച്ച് നടന്നു ഇവിടെ കുറച്ച് നേരം.
മേലത്തെ ബാൽക്കണിയിൽ നിന്ന് കൊന്നപ്പൂ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് എത്ര അവിടെ തന്നെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ എന്ത് രസമല്ലേ. മേലെ വന്ന് നോക്കിയപ്പോൾ മാങ്ങ നിറയെ കൊല കുത്തി ഉണ്ടായിരിക്കുന്നു. എന്ത് രസമാണ് കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.